അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ലോകപ്രശസ്ത പണ്ഡിതനും അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേരിൽ വിഖ്യാതനായ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തെ അതുല്യ പ്രതിഭയുമായ ഇമാമുനൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിഹിതിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം അവറുകളുടെ മദദും അവരുടെ പൊരുത്തവും നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സിയാറത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോക വൈജ്ഞാനിക ചരിത്രത്തിലെ വേറിട്ട ഒരധ്യായമാണ്. യഥാർത്ഥത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിൽ നിന്നൊരു 30 കിലോമീറ്റർ അകലെയാണ് വളരെ പ്രൗഢമായ രാജകീയമായ പ്രൗഢിയോടുകൂടിയാണ് മഹാനായ ഇമാം അവറുകളുടെ മഖബറയും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി ഈ സംവിധാനിച്ച ഈ മഖബറക്കകത്ത് ഈ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ചരിത്രത്തിൻ്റെ മനോഹരമായ ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ അലതല്ലി കടന്നു വരികയാണ്. മഹാനായ ഇമാമുനൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാറയിലാണ് ജനിച്ചത്. ഹിജറ വർഷം 194 ശവ്വാൽ 14 ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മീലാദുഹു സിദ്ഖുൻ എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തിയതുപോലെ, കവിതയിൽ പരിചയപ്പെടുത്തിയതുപോലെ, സിദ്ഖ് എന്ന വാക്കിൻ്റെ അബ്ജദ് കണക്ക് പ്രകാരമുള്ള 194 മഹാനവറുകൾ ജനിക്കുന്നത്. വമുദ്ദത്തു ഉംരിഹി ഫിഹാ ഹമീദുൻ, മഹാനവറുകളുടെ ജീവിതം 62 വർഷമായിരുന്നു. ഹമീദുൻ 62 വർഷമായിരുന്നു. വൻഖലാ ഫി നൂരിൻ, നൂർ എന്നതിൻ്റെ സംഖ്യയായ 256 ഹിജറ വർഷം 256 മഹാനവറുകൾ വഫാത്തായി നമ്മിൽ നിന്നും മറഞ്ഞു പോകുന്നത്. ഈ 62 വർഷക്കാലത്തെ അവിടുത്തെ ജീവിതം ഹമീദായിരുന്നു, സ്തുത്യർഹമായിരുന്നു. വൈജ്ഞാനികമായി വലിയ വീരഗാഥകൾ രചിച്ച ഒരു ജീവിതമായിരുന്നു. യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി ഈ ബുഖാരി ഇമാമിൻ്റെ മഖാം നിലകൊള്ളുന്ന ഈ സ്ഥലത്തിന് ഭൂമിശാസ്ത്രപരമായി ലോകത്തിൻ്റെ ഒരു കേന്ദ്രം ഒന്നുമല്ല ഇത്. ലോകത്തിൻ്റെ കേന്ദ്രം ഹിജാസിൻ്റെയും ഷാമിൻ്റെയും അതുപോലെ തന്നെ പൗരാണികമായ നബിമാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ഒക്കെ ചരിത്രം ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇറാഖിൻ്റെയും അതുപോലെ തന്നെ മിസ്റിൻ്റെയും ഒക്കെ പരിസരത്താണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ലോകത്ത് ഈ ഒരു മധ്യേഷ്യയിൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് ഇപ്പോൾ ക്രമീകരിക്കപ്പെട്ട, മുൻപ് സോവിയറ്റ് യൂണിയന്റെ കീഴിലുണ്ടായിരുന്ന ഈ പ്രദേശം ഒരു ലോക അതുല്യ പ്രതിഭയ്ക്ക് ജന്മം നൽകി എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഇവിടെ ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഭരണത്തിനു ശേഷം 1991 ഉസ്ബെക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1917 മുതൽ ഏകദേശം 1970 വരെ സോവിയറ്റ് യൂണിയന്റെ ഭരണം ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ മതപരമായ അസ്തിത്വത്തെ ഇല്ലാതാക്കുകയും ഇവിടുത്തെ ഇസ്ലാമിൻ്റെ അടയാളങ്ങളെ തച്ചുടക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത്, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ നിലനിൽക്കുന്ന ഈ ഭൂമി, ഈ പ്രദേശം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി വേദഗ്രന്ഥങ്ങളുടെയോ പൗരാണികമായ നബിമാരുടെയോ ഒക്കെയോ ചരിത്രം നിലകൊള്ളുന്ന ഒരു സ്ഥലമല്ല. മാവറ അന്നഹർ അഥവാ ജയ്ഹൂൻ നദി ഈ ഉസ്ബെക്കിസ്ഥാനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം അഫ്ഗാനിന്റെ ബോർഡറിൽ തിർമിദിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജയ്ഹൂൻ നദി. ആ ജയ്ഹൂൻ നദിക്കപ്പുറമുള്ള പണ്ഡിതന്മാർ, അവരെയാണ് ചരിത്രം മാവറ അന്നഹർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ആ മാവറ അന്നഹറിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബുഖാറ.
ബുഖാറ യഥാർത്ഥത്തിൽ പണ്ടത്തെ സിൽക്ക് റൂട്ടിലെ പ്രധാനപ്പെട്ട ബുഖാറയും സമർക്കന്തും അതുപോലെ അത്തരം പ്രദേശങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു എങ്കിലും ഇസ്ലാമികമായി വലിയ പാരമ്പര്യമുള്ള സ്ഥലമല്ല. അവിടെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്, അവിടുത്തെ വൈജ്ഞാനികമായ അടയാളപ്പെടുത്തലുകൾ നിർവഹിക്കുന്നത്. വളരെയേറെ പ്രസിദ്ധവും വളരെയേറെ ത്യാഗപൂർണവുമായ ഒരു ജീവിതമാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് റിഹ്ലാത്തുകൾ നടത്തിയ റിഹ്ലകൾ എത്രത്തോളം വിശ്രുതമാണ്, എത്ര ദീർഘമായ യാത്രകളാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഇറാഖിലേക്ക്, ബഗ്ദാദിലേക്കും കൂഫയിലേക്കും ഒക്കെ ഞാൻ പോയതിന് ഒരു കയ്യും കണക്കുമില്ലാത്ത വിധം ഞാൻ അവിടേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. വാസിത്തയിലേക്കും അതുപോലെ തന്നെ നൈസാബൂരിലേക്കും അതുപോലെ ഹിജാസിലേക്കും ഷാമിലേക്കും അങ്ങനെ തുടങ്ങി ധാരാളം യാത്രകൾ അവിടുന്ന് നടത്തിയിട്ടുണ്ട്. ഹദീസിന്റെ തദ്വീനുൽ ഹദീസ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു പദ്ധതിയുടെ ഏറ്റവും മുഖ്യസ്ഥാനം അലങ്കരിക്കുകയും ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന അൽ ജാമിഉസ് സ്വഹീഹ് ക്രോഡീകരിക്കുകയും അവിടുന്ന് ലോകം അംഗീകരിക്കുന്ന പണ്ഡിത ലോകം പറഞ്ഞ വാക്കാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ലോകം പരിശുദ്ധമായ ഖുർആനിന് ശേഷം ഏറ്റവും വിസ്തൃതമായ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഒരു ഗ്രന്ഥമായി സ്വഹീഹുൽ ബുഖാരി വാഴ്ത്തപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നതുവരേക്കും മഹാനവറുകളുടെ വൈജ്ഞാനികമായ സേവനങ്ങൾ പിൽക്കാല പണ്ഡിത ലോകം വിലയിരുത്തിയിട്ടുണ്ട്. മഹാനവറുകളുടെ ചരിത്രം വിസ്തൃതമാണ്, വളരെ വിപുലമാണ്, വളരെ ദീർഘമായി പറയേണ്ടതാണ്. ഞാൻ അതിലേക്ക് കടന്ന് ഇപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 18-ാമത്തെ വയസ്സിലാണ് താരീഖുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്നത്. അവരുടെ ചെറിയ ജീവിതത്തിൽ എത്ര ലോകം ഇന്നും വിലമതിക്കാനാവാത്ത അത്രയും വലിയ സേവനങ്ങൾ അവിടുന്ന് കാഴ്ചവെച്ചു. മഹാനവറുകൾ ചെറുപ്രായത്തിൽ ഒരഭിപ്രായ പ്രകാരം ജന്മനാ തന്നെ അന്ധനായിരുന്നു. മറ്റൊരഭിപ്രായത്തിൽ ചെറിയ പ്രായത്തിൽ അവിടുത്തെ കാഴ്ച നഷ്ടപ്പെട്ടു. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ ദീർഘമായ മനസ്സ് അലിഞ്ഞുള്ള റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുള്ള ദുആ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ വന്നുകൊണ്ട് നാളെ നിന്റെ മകന് കാഴ്ച ലഭിക്കുമെന്ന് പറയുകയും മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് കാഴ്ച ലഭിക്കുകയും പിന്നീട് ആ കാഴ്ച ഈ നിലാവെളിച്ചത്തിൽ പോലും വ്യക്തമായി കാണാൻ പറ്റുന്ന അത്രയും സുവ്യക്തമായി അവിടുത്തെ കാഴ്ചയുണ്ടായിരുന്നു എന്ന് മഹാനവറുകളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകളുടെ വൈജ്ഞാനികമായ സേവനങ്ങൾ അത്രയും വലുതാണ്. മുസ്ലിം ഉമ്മത്ത് അവിടുത്തെയോട് കടപ്പെട്ടിരിക്കുന്നു. സാധുക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബുഖാരി സനദ് എന്ന ഒരു സനദാണ് ഞങ്ങളുടെ മേൽവിലാസം. മഹാന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാർ, ഗുരുവര്യന്മാർ അവർ ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്നതിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ചരിത്രങ്ങൾ പരിചയപ്പെടുത്തി തരാറുള്ളതും മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കേരളത്തിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഖത്മുൽ ബുഖാരി എന്ന മജ്ലിസ് നടക്കുമ്പോൾ ആ മജ്ലിസുകളിലെല്ലാം മഹാന്മാരായ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, മശായിഖുമാർ അവര് ഖത്മുൽ ബുഖാരിക്ക് വലിയ പ്രാധാന്യം നൽകി വരാറുണ്ട്. ആ ഖത്മുൽ ബുഖാരിയിൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ബുഖാരി സ്ഥാപനത്തിൽ എല്ലാ വർഷവും ഖത്മുൽ ബുഖാരിക്ക് വരാറുള്ള റഈസുൽ ഉലമാ ഷെയ്ഖ് സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ, അവിടുന്ന് ബുഖാരി ഇമാമിന്റെ മഹത്വം അവിടുന്ന് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്ന ആ മഹത്വം ആ മഹാനവറുകളുടെ അരികിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും വലിയ സംതൃപ്തിയും വലിയ ആത്മീയമായ സന്തോഷവും ഈ അവസരത്തിൽ ലഭിച്ചിരിക്കുകയാണ്. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരണം എന്ന് അല്ലാഹുവേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വൈജ്ഞാനിക സേവനങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.